എന്തെല്ലാം കണ്ടതാണ് ഞാൻ. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ് കൂസലില്ലാതിരുന്നത്? അതിതുകൊണ്ട് തന്നെയാണ്. എന്നെ ഇതൊന്നും വേശില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിന് എനിക്ക് കഴിഞ്ഞത്, ശാന്തമായി നേരിടാൻ കഴിഞ്ഞത്. എത്ര വർഷമായി ഈ രീതിയിൽ തുറന്നിട്ട്? ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിലാണ്, അല്ല നിങ്ങളെപ്പറ്റി ഇങ്ങനെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അഴിമതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? ഞാൻ പറഞ്ഞ ഒരാളെ അയച്ചു നോക്കുക, അദ്ദേഹം മനസ്സിലാവുമല്ലോ. ഒന്ന് അയച്ചു നോക്ക് നിങ്ങൾ ആരെയെങ്കിലും. ആരും വന്നാണ്ടില്ല. ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ നേരിടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല, എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഇതല്ലേ ഇവരല്ലേ വ്യക്തമാക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ഗൂഢാലോചനയും പറയാൻ പോയില്ലല്ലോ. ആ വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോൾ വാർത്തയെ മുഖവിലക്ക് എടുക്കുമല്ലോ ആരായാലും. ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞത് ഒരു പ്രതികരണമായിരിക്കും. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ലത്. തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ. എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു, പല വിവരങ്ങളും നമ്മുടെ അടുത്ത് പലരും പറയല്ലോ, ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ, വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായിപ്പോയി. ഇനി എന്താ അടിയറയിലുള്ളതെന്ന് അറിയില്ല, ഇനിയും ചേർന്നിട്ടുണ്ടാവുമായിരിക്കും, അതപ്പോൾ കാണാം. ശരി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പുറത്തു പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്നാണ്. സർക്കാർ ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഇത്